ഇബ്നു ഹജർ തങ്ങളോട് അമലുൽ മൗലിദിനെ സംബന്ധിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട്. മഹാനവർകൾ അതിന്റെ തെളിവ് ഉദ്ധരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് യഹൂദികൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് കാണുകയും അവരോട് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഫയുസ്തഫാദു മിൻഹു ഫിഅലു ശുക്രി ലില്ലാഹി തആല അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പ്രത്യേകമായ ദിവസത്തിൽ അല്ലാഹു തആല നമുക്കൊരു അനുഗ്രഹം നൽകുകയോ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയോ ചെയ്താൽ അന്നേ ദിവസം അള്ളാഹുവിന് പ്രത്യേകം നന്ദി ചെയ്യൽ വേണം എന്നിത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, എല്ലാ കൊല്ലങ്ങളിലും അതേ ദിവസത്തിലെ അള്ളാഹുന നമ്മൾ ചെയ്യുന്ന നന്ദി പ്രകടനം ആവർത്തിക്കപ്പെടുകയും വേണം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന് നന്ദി പ്രകടനം നടത്തുക എന്നത് വ്യത്യസ്തമായ ഇബാദത്തുകൾ കൊണ്ട് ചെയ്യാം, നോമ്പ് കൊണ്ട് ചെയ്യാം. മഹാനവറുകൾ എന്നിട്ട് ഉദാഹരണം പറയുന്നു, സുജൂദ് ചെയ്യുന്നത് പോലെ, വസ്സിയാമി വസ്സദഖതി വത്തിലാവ, നോമ്പ് പിടിക്കുന്നത് പോലെ, പാരായണം ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ സദഖ ചെയ്യുന്നത് പോലെ, ഇങ്ങനെ അത് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഇബാദത്തുകൾ കൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന സുദിനത്തിൽ നമ്മൾ അവിടുത്തെ മദ്ഹുകൾ പാടി, മൗലിദുകൾ പാടി, ഭക്ഷണ വിതരണമാകുന്ന ഏറ്റവും വലിയ ഒരു സദഖ അത് നൽകിക്കൊണ്ട് എത്ര മുഅ്മിനീങ്ങളാണ് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. അന്നത്തെ ദിവസം എത്ര സ്വലാത്തുകളാണ് മുഅ്മിനീങ്ങൾ ചെല്ലുന്നത്. അതിനെ മുടക്കാൻ വേണ്ടി ബിദ്അത്ത് എന്ന് വിക്റും ചൊല്ലി ഇറങ്ങിയ ചില മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ബിദ്അത്ത് മുൻകറത്തെന്നോ ബിദ്അത്ത് ഹസനത്തെന്നോ മനസ്സിലായിട്ടുണ്ടാകില്ല. ഏതായാലും ആരെയും നമുക്ക് നിർബന്ധിച്ച് മൗലിദ് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുള്ളവർ ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ പല മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഒരു മാർഗമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അമലുൽ മൗലിദ് എന്ന വലിയ മഹത്വമുള്ള സൽക്കർമ്മം.